ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല അടിപൊളി പാൽച്ചോറും ബീഫും ഉണ്ടാക്കിയല്ലോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ റൈസ് കുക്കറിൽ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും. ഇതാ നമ്മൾ പാൽച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് വെന്തതിന് ശേഷം നമ്മൾ തുറന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് നല്ല അടിപൊളി ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാത്ത തേങ്ങാപ്പാലാണ് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ചെയ്യണത്. എന്നിട്ട് ഒന്ന് മിക്സാക്കി എടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക, എല്ലാ ഭാഗത്തേക്കും ഈ തേങ്ങാപ്പാലാവോളം. എന്നിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തായാലും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കും. റൈസ് കുക്കറിലാവുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ തുറന്നെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ചോറാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാ അരി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യണത് ഇങ്ങനെയാണ് കേട്ടോ സെർവ് ചെയ്യേണ്ടത്. ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇതുപോലെ ഇങ്ങനെ നിറച്ചെടുത്തിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് കമിഴ്ത്തിയെടുക്കണം. ഇതുപോലെ കമിഴ്ത്തി എടുത്തിട്ട് നമ്മൾ സൈഡിൽ ബീഫ് കറി വെച്ചതാണ് കേട്ടോ. കറിയല്ല, കുറച്ച് റോസ്റ്റ് പോലെ, വെള്ളം പോലെ വെക്കരുത്. ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സൈഡിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഒരു ചെറിയ കുഴി പോലെ ആക്കിയിട്ട് ഇതുപോലെ ചെറിയ പാത്രം എടുക്കണം. എന്നിട്ട് അതിൽ തേങ്ങാപ്പാലാണ് കേട്ടോ എടുക്കുന്നത്. നല്ല കുറുകിയ തേങ്ങാപ്പാലും വെച്ചിട്ട് ഇതുപോലെയാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത്. പിന്നെ അച്ചാറും കച്ചമ്പറൊക്കെ വേണമെങ്കിൽ അതുകൂടി എടുക്കാം. ഞാൻ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഇത് മതി. ഇതന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ കുറച്ച് ചോറൊന്നും ഇങ്ങനെ ഇതാക്കി അതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് എന്നിട്ട് നമ്മളിത് ബീഫും കൂട്ടി കഴിക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുകയാണെന്ന് വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അസല് ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു വലിയ തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ തേങ്ങയാണെന്ന് വെച്ചാൽ 1.5 തേങ്ങ വേണം. വലിയ തേങ്ങയാണെന്ന് വെച്ചാൽ ഇതുപോലെ 1 തേങ്ങയാണ് എടുക്കേണ്ടത്. ഇത് ചിരവി എടുക്കണം. ഇത് ചിരവി എടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിതൊന്ന് ചിരവി എടുക്കട്ടെ. അപ്പോൾ ഞാൻ ചിരവി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിതിൽ മിക്സിയുടെ ജാറിൽ പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ നമുക്ക് ഈ 1-ാം പാല് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അരച്ചെടുക്കുക. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് നമ്മളിത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പിഴിഞ്ഞെടുത്താൽ മതി. ഇതുപോലൊരു തുണി വെച്ചിട്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കുക. ഈ 1-ാം പാലാണ് കേട്ടോ നമ്മൾ ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ ബാക്കിയുള്ളതും ഇതുപോലെ അരച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ 2ാമത്തത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1-ാം പാല് നല്ല കുറുകിയ പാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത്. ഇതവിടെ മാറ്റി വെക്കാം. അപ്പോൾ നല്ല കുറുകിയ പാലാണ്, ഒരു തേങ്ങയുടെ പാലാണ്. ഇനി ബാക്കി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ പിഴിഞ്ഞെടുത്തതില്ലല്ലോ, അത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് 2 പ്രാവശ്യം വെള്ളമൊക്കെ കൂട്ടിയിട്ട് നമുക്കിതിൽ ഒട്ടും തന്നെ പാലില്ലാണ്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാം കേട്ടോ. മൊത്തത്തിൽ നമുക്കിതിന്ന് പാല് പിഴിഞ്ഞെടുക്കാം. ഇതുപോലെ ഒന്ന് വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ട് വരാം. ആദ്യത്തേത് 2 പ്രാവശ്യം ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. അതേപോലെ മറ്റേതും പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഈ പിഴിയുന്നതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് ഉലുവ വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ ഞാൻ 3 നാഴി അരിയാണ് കേട്ടോ എടുക്കുന്നത്. 1 കിലോ ബീഫാണ്. അപ്പോൾ അതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഉലുവയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 3 ടേബിൾ സ്പൂൺ ഉലുവ, ഞാനൊരു കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉലുവ നിങ്ങൾക്ക് ഇത്ര ഇഷ്ടമില്ലെങ്കിൽ കുറച്ചോളൂ, പക്ഷെ ഉലുവ ഇടുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ നമ്മൾ 2-ാം പാലും 3-ാം പാലും ഒക്കെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ 1-ാം പാലും നേരത്തെ എടുത്തത്. ഇത് 2-ാം പാലും 3-ാം പാലും ഒക്കെ പാടുള്ളതാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ അരി എടുത്തിട്ടുണ്ട്. ഞാനിത് കുറുവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിൽ അളന്നെടുക്കുക. അത് 3 നാഴി അരിയാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒട്ടും തന്നെ ഇല്ലാണ്ട് നമ്മൾ
വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് കുക്കറുടെ കലമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതിലേക്ക് ഇട്ട് കൊടുക്കുക. 100 ചെറിയുള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നന്നായി തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നീളത്തിൽ. അത് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉള്ളി കൂടുതലായി പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഉലുവ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഈ ഉള്ളിയൊക്കെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് തിരുമ്മി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്ത പാത്രം ഇതാണല്ലോ, നമ്മൾ അരി അളന്നെടുത്ത പാത്രം ഇതാണല്ലോ, ആ പാത്രത്തിന് കറക്റ്റ് 3 പാത്രം വെള്ളമാണ് നമ്മൾ എടുക്കേണ്ടത്. ആദ്യം നമ്മൾക്ക് തേങ്ങാപ്പാൽ, 2-ാം പാൽ, 3-ാം പാലൊക്കെ നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് കറക്റ്റ് അളന്നെടുക്കാം. ഇതുപോലെ നിറച്ചെടുക്കുക കേട്ടോ. എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ചോറ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ നിറച്ചെടുത്തിട്ടില്ല വെള്ളം. എനിക്ക് ഇത്തിരി വെന്തിട്ട് കിട്ടണം, നല്ല വെന്തിട്ടുണ്ട്, എന്നാലും എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ട് ഞാനിത് നിറച്ച് വെള്ളം എടുത്തിട്ടില്ല. എന്നാലും ഇതുപോലെ ഞാൻ 3 പാത്രം വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പൊക്കെ പാകത്തിനുണ്ടോ നോക്കുക. ഉപ്പ് വെള്ളത്തിൽ നിന്നും മുന്തി നിൽക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ ചോറിൽ കറക്റ്റ് ആവുക. വെള്ളത്തിൽ നിന്നും ഒന്നിങ്ങനെ നമ്മൾ ഉപ്പ് നാമച്ച് വെക്കുമ്പോൾ കുറച്ച് കൂടുതലുള്ള പോലെ വേണം, അപ്പോഴാണ് ഉപ്പ് പാകത്തിനാവുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കമ്മിയുണ്ട്, അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതൊന്ന് തിളക്കാനായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില കുറച്ചും പുതിനയില കുറച്ച് അധികം വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ. മല്ലിയില ഇതുപോലെ ഒരു പിടിയാണ്, ചെറിയൊരു പിടിയാണ് എടുത്തിട്ടുള്ളൂ. വലിയൊരു പിടി പുതിനയില നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മളെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുക. ഇത്രയും തിളച്ചാൽ മതിയാവും കേട്ടോ. ഇനി നമ്മളിത് അടച്ച് നമ്മളെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. ഒരു 2 മണിക്കൂറൊക്കെ നമുക്ക് ചോറ് വേവാൻ എത്ര വേണോ അത്ര നേരം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബീഫ് തയ്യാറാക്കാം. അപ്പോൾ ഞാനൊരു വലിയ കഷ്ണം ഇഞ്ചിയും 1 തുടം വെളുത്തുള്ളിയും 8 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറുതായതുകൊണ്ടാണ് ഞാൻ 8 എടുത്തിട്ടുള്ളത്. ഇഞ്ചി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പെരുംജീരകം, 1/2 ടേബിൾ സ്പൂണ് കുരുമുളകും ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായി ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. പിന്നെ നമ്മളൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ടേബിൾ സ്പൂണ് മുളക് പൊടി എടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് 4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ 1 കിലോ ബീഫാണ് കേട്ടോ വെക്കുന്നത്, അതിനനുസരിച്ചുള്ള പൊടിയാണ്. ഇതുപോലെ ബീഫൊക്കെ വെക്കുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് എണ്ണയിൽ വറുത്തെടുത്തിട്ട് നമ്മൾ ബീഫിൽ ഇട്ടിട്ട് വെക്കുകയാണ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതേപോലെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി ഇതൊന്ന് വറുത്തെടുക്കാൻ. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മളിതൊന്ന് നന്നായി വറുത്തെടുക്കണം. ഈ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ കട്ടകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ഉടച്ചൊടച്ച് നമ്മളിതൊന്ന് നന്നായി ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതേപോലെ വറുത്തിട്ട് നമ്മൾ മല്ലിയും മുളകും വറുത്ത് വെക്കുകയാണെന്ന് വെച്ചാൽ നമ്മളെ ബീഫ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ബീഫ് ഇഷ്ടമാകും. നമ്മൾ കുക്കറിൽ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ നല്ല ടേസ്റ്റും വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകരുത്, ഇതുപോലെ വറുത്തെടുക്കുക. ഇനി ഈ ചൂടുള്ള ചട്ടിയിൽ നിന്നും മാറ്റിയെടുക്കണം കേട്ടോ. ഇത് നമ്മളൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് നമ്മുടെ പൊടി വേണ്ടത്. ഇനി നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 3 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. വലിയ സവാള 3 എണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഒരു 2 മണി ഉലുവ ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അത് പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ സവാള ഇട്ടിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഈ ഉള്ളി വഴന്ന് വരാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഈ നന്നായി വഴന്ന് വരിക പറഞ്ഞാൽ നല്ല ബ്രൗൺ ആവുമൊന്നും വേണ്ട, ഒന്ന് നന്നായി വഴന്ന് വന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ വഴന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ഇതുപോലെ ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് 3 തക്കാളി ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഞാനൊരു 3-4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ചെടുത്തിട്ടില്ലേ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, കുരുമുളക്, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മുഴുവനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പച്ച മണം മാറോളം വഴറ്റിയെടുക്കണം. നമ്മൾ ബീഫൊക്കെ വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതിൻ്റെ പച്ചമണം മാറി ഈ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതാ നന്നായി മൂത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളമെങ്കിലും നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അതാ നമ്മളിത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നമ്മൾക്ക് ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ നന്നായി ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത്ര പോകുന്ന പീസുകളാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത പൊടി ഉണ്ടല്ലോ അതുകൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഉള്ളിയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അതിൻ്റെ ബാക്കിക്കനുസരിച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പൊന്നും കൂടി പോകണ്ട, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തും ഈ മസാല ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലതിലൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുകിലൊരു ചെറിയ കുഴി പോലെ ഞാൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മസാല ഒന്നും വേറിട്ട് പോകാണ്ടിരിക്കാനാണ്. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറൊക്കെ കഴുകിയ വെള്ളമാണ് കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം, അതിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കണ്ട, ബീഫിൽ വെള്ളം ഉണ്ടാകും. ഈ 1/2 ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് മല്ലിച്ചപ്പും പൊതിനയും ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ ഓരോ പിടി 2 ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലയാണ്. അത് നമ്മൾ ഇതിൻ്റെ 4 പുറമൊന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഈ ഗരം മസാല ഞാനിവിടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 7 വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം. ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ 7 വിസിൽ അടുപ്പിച്ചെടുത്താൽ തന്നെ നമ്മളെ ബീഫ് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ ബീഫ് അവിടെ വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ചോറും ബീഫും അടിപൊളിയാണ് കേട്ടോ. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.